അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യക്കൊപ്പം വിളമ്പുന്നതും പഴമയുടെ അതേ രുചിയിൽ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പൈനാപ്പിൾ മധുരപ്പച്ചടി എങ്ങനെ വേഗം റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് മീഡിയം സൈസ് ഒരു പൈനാപ്പിൾ ആണ് എടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ വേണം എടുക്കാൻ. ഇനി പൈനാപ്പിളിന്റെ രണ്ടറ്റവും കട്ട് ചെയ്തതിന് ശേഷം ഇനി തൊലിയെല്ലാം മാറ്റി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ പൈനാപ്പിൾ എല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. വലിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൽ നിന്നും കാൽഭാഗം പൈനാപ്പിൾ എടുത്ത് മാറ്റി വെക്കാം. നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് മൺചട്ടിയിലേക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പൈനാപ്പിളിന് നല്ല വേവുള്ളത് കൊണ്ട് പൈനാപ്പിൾ വേവിച്ചെടുക്കാനായി പൈനാപ്പിൾ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യമേ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടരുത്, മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ആ പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റി പൈനാപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. വെള്ളം മുഴുവനും വറ്റി കിട്ടുക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൈനാപ്പിൾ വേവിച്ചെടുക്കാൻ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ചെറുതായിട്ട് ഒന്ന് വറ്റി പകുതി വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. പൈനാപ്പിളൊക്കെ 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിൽ പകുതി നേന്ത്രപ്പഴം എടുത്താൽ മതി. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട്. പൈനാപ്പിൾ 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ട് മാത്രമേ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാവൂ. ആദ്യമേ പൈനാപ്പിളിന്റെ കൂടെ പഴം ചേർത്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം വെന്ത് ഉടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഒരു തണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ മധുര പച്ചടിയാണ്. അതുകൊണ്ട് ഇതിന് നല്ലൊരു മധുരമാണ് ഉണ്ടാവുക. ഇതിന് മധുരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം കുറവായിട്ടുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരയെക്കാളും പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ പഴമയുടെ ആ തനതായ ടേസ്റ്റ് ആ പൈനാപ്പിൾ മധുര പച്ചടിക്ക് കിട്ടുന്നത്. ശർക്കരയും ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ശർക്കര പൊടിച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും. ശർക്കര പൊടിച്ച് ചേർക്കുമ്പോൾ കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര വേണം എടുക്കാനായിട്ട്. കല്ലും മണ്ണും ഉള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ പൊടിച്ച ശർക്കര ഇട്ട് അരിച്ചെടുത്തിട്ട് അരിപ്പയിൽ കൂടി അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പൈനാപ്പിൾ 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ട് മാത്രമേ മധുരത്തിനായിട്ട് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാവൂ. ആദ്യമേ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുത്താൽ പൈനാപ്പിൾ വെന്ത് കിട്ടില്ല. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള വെള്ളം മുഴുവനും പറ്റി വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിന്റെ വെള്ളം മുഴുവനും ഒന്ന് വറ്റി വരട്ടെ. ഇതിന്റെ വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് മാറ്റി വെച്ച പൈനാപ്പിൾ കഷ്ണങ്ങൾ അളവ് കപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പൈനാപ്പിൾ കഷ്ണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം നല്ലവണ്ണം അരച്ചെടുക്കാനായിട്ട്. പൈനാപ്പിൾ എല്ലാം നല്ലോണം അരഞ്ഞു കിട്ടണം. നമ്മുടെ ഈ പൈനാപ്പിൾ മധുര പച്ചടിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റും പൈനാപ്പിളിന്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതിനും ഇങ്ങനെ കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ തേങ്ങയുടെ കൂടെ അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. പൈനാപ്പിൾ കഷ്ണങ്ങൾ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കുന്ന മധുരപ്പച്ചടിക്കും പൈനാപ്പിൾ അരച്ച് ചേർക്കാത്ത മധുരപ്പച്ചടിക്കും ഒരുപാട് ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി പഴമെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പഴം അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. പഴം നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രം മതി.
ഇനി ഇതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങളും തേങ്ങയും കൂടി ചേർത്ത് അരച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടണം, അതുവരെയും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറുത്ത മുന്തിരിയാണ്. കറുത്ത മുന്തിരി ഉപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചിട്ട് മാത്രമേ എടുക്കാവൂ. ഒരുപാട് കീടനാശിനിയൊക്കെ അടിച്ചിട്ടാണ് നമുക്ക് മുന്തിരിയൊക്കെ കിട്ടുന്നത്. അപ്പൊ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് 15 കറുത്ത മുന്തിരിയാണ്. ആദ്യമേ മുന്തിരി ചേർക്കാതെ ഇതുപോലെ ലാസ്റ്റിൽ വേണം മുന്തിരി ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യമേ മുന്തിരി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്തിരി മുഴുവനും വെന്തുടഞ്ഞു പോകും. മുന്തിരി ഒന്നും കാണാൻ പോലും കിട്ടില്ല. അതുകൊണ്ട് ലാസ്റ്റിൽ വേണം മുന്തിരി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റും കൂടി ഇതാവുന്ന ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 5 മീഡിയം സൈസ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വലിയ പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 2 or 3 പച്ചമുളക് എടുത്താൽ മതിയാകും. ഇതിൽ അത്ര എരിവുണ്ടാവില്ല, മധുരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങയുടെ കൂടെ ഇട്ട് അരയ്ക്കുകയോ അതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു ചേർക്കുകയോ ചെയ്യരുത്. ഇതുപോലെ ചതച്ച് വേണം പച്ചമുളക് ചേർക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച കടുക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഇട്ട് അരച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മധുര പച്ചടിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കടുക് എടുക്കുമ്പോൾ കൂടി പോകരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ മൺചട്ടിയും നല്ല ചൂടാണ്, നമ്മുടെ മധുരപ്പച്ചടിയും നല്ല ചൂടാണ്. ഇനി ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഒരു ബൗളില് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഒരു വിസ്ക് വെച്ചോ 1 സ്പൂൺ വെച്ചോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. തൈരെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. ഒരു മീഡിയം പുളിപ്പുള്ള തൈര് മാത്രമേ എടുക്കാവൂ. നമ്മുടെ പൈനാപ്പിൾ പുളിപ്പുള്ളതാണ്. നല്ല പുളിയുള്ള തൈര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈനാപ്പിളും പുളിയാണ്, അപ്പോൾ ഒരുപാട് അങ്ങ് പുളിപ്പായി പോകും. ഇപ്പൊ തൈര് കട്ടകളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചൂടൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. ആ ചൂടോടുകൂടി തൈര് ചേർക്കരുത്, എന്നാൽ തൈര് ഇതിന്റെ ചൂട് കൊണ്ട് പിരിഞ്ഞ് ലൂസായി പോകും. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊന്ന് താളിച്ച് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എണ്ണയോ എടുക്കാവുന്നതാണ്. ഫ്ലെയിം കുറച്ച് വെക്കുക. എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ആ ചൂടോടുകൂടി തന്നെ നമ്മുടെ മധുരപ്പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കരുത്, ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു 2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. എന്നാൽ മാത്രമേ ആ പുളിപ്പും എരിവും മധുരവും ഒക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഇത് കിട്ടുകയുള്ളൂ. ഇപ്പൊ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഓണം സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എരിയും പുളിയും മധുരം എല്ലാം കൂടി ചേർന്ന് ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഇതിൽ മധുരം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ മുതൽ എല്ലാവരും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മധുരപ്പച്ചടിയാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഓണം സദ്യ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്